Welcome to Cake Walk powered by Cake Reels. പുറത്ത് നല്ല വെയിലും ചൂടാണ്. ആ സമയത്ത് കേക്ക് റീൽസിൽ വന്നിട്ട് ഒരു ഫാലൂദ ഒരു കഷ്ണം കേക്കും കഴിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. ഇതെനിക്ക് മാത്രമല്ല നിങ്ങൾക്കും തരും, അതും ഫ്രീ ആയിട്ട്. അതെങ്ങനെയാണെന്നല്ലേ, അതിന് ചെറിയ ടാസ്കും പരിപാടിയൊക്കെ ഉണ്ട്. അത് ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. അതിനു മുമ്പേ ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. പേരെന്തായിരുന്നു? ആഷിത്ത്, അർജുൻ, ഹരി, വൈശാഖ്, അരവിന്ദ്. അത് വെറുതെ ചായ പിടിക്കാൻ വേണ്ടി കൂടിയതാണോ? വൈകുന്നേരത്തെ സ്പോട്ട്. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സ്ലൈസ് ഓഫ് കേക്ക്. ഫേവറേറ്റ് ആക്ടർ ആരാ? മോഹൻലാൽ. മമ്മൂക്ക. ഓരോ മമ്മൂക്കയാണ്. പിടിച്ച് കഴിച്ചിട്ട് പാടുപെടുന്നുണ്ടല്ലേ? തുടരെ കണ്ടോ എല്ലാവരും? തുടരെ കണ്ടു. ബസൂക്ക കണ്ടു? കണ്ടില്ല. അതാണ് ഇവർക്ക് സാധ്യതയുണ്ട് കൂടുതൽ. അപ്പൊ ചോദ്യം മമ്മൂട്ടി സൈഡിൽ നിന്ന്. മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ദ കിങ്. അതിലെല്ലാവരും പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് ഡയലോഗ് ഉണ്ട്. ഏതൊരു? മുണ്ടെടുക്കാൻ അറിയാം ജോസഫിന്. എവിടെയോ എന്തോ ഒരു തകരാറ് ഉണ്ട്. ചോദ്യം എന്ന് പറയുന്നത് അതിനകത്ത് ഇന്ത്യ എന്തെന്ന് അറിയണമെങ്കിൽ ഇന്ത്യയുടെ സോൾ, അതിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്ത്യയുടെ സോൾ അറിയാൻ വേണ്ടത്? 3 കാര്യം ഏതൊക്കെയാണ്? അതാണ് ചോദ്യം. സെൻസ് വേണം എന്നുള്ളത്. സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ആ ഡയലോഗ് ഒന്ന് മൊത്തത്തിൽ പറഞ്ഞു കൊടുത്തേ. പറയാനറിയില്ല. അറിയുന്നവർ മമ്മൂക്കയുടെ സ്റ്റൈലൊക്കെ പിടിച്ചിട്ട്. മമ്മൂക്കയുടെ സ്റ്റൈലല്ല അത്, ആ വാക്കുകൾ നല്ല ഫെമിലിയർ ആണ്. ഇന്ത്യ എന്തെന്ന് അറിയാൻ അത് കിട്ടണല്ലോ പറയാൻ. മമ്മൂട്ടി ഫാനെ കൊണ്ട് പറയാം. മമ്മൂക്ക ഫാൻ നൈസായിട്ട് സ്കൂട്ടായിട്ട് ആണോ? അങ്ങനെ ഒരു കിംബദന്തി ഉണ്ടെന്ന് കേട്ടല്ലോ, ചെറിയൊരു മമ്മൂട്ടിയാണ്. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പോകണുള്ളൂ. പറഞ്ഞിട്ടേ പോകണുള്ളൂ. പറ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ശരി ഉത്തരം പറഞ്ഞ നമ്മളെ വൈശാഖനാണ്. വൈശാഖന് കേക്ക് റീൽസിന്റെ ഒരു കേക്ക്. ഈ മാസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ? 20% ഡിസ്കൗണ്ട് കൂപ്പണാണ്. അപ്പൊ ഇത് നിങ്ങളുടെ കയ്യിൽ തരാം. ഇത് ഇവർക്ക് 3 പേർക്കായിട്ട് കൊടുക്കുകയാണ്. പുള്ളിയുടെ ബർത്ത്ഡേക്ക് ഇവർ കേക്ക് മേടിച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾ 3 നേരം മേടിച്ചു കൊടുത്താൽ വേണ്ട. ഇത് ഉത്തരം പറഞ്ഞതിന് ഒരു സ്ലൈസ് കേക്ക്. അൻസാർ ഒന്ന് എല്ലാവരും ഒന്ന് ഈ മൂലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സംസാരിക്കാം. ഇതിൽ കൂടുതൽ തമാശ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു കോമഡി കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫലൂദ ഫ്രീ ആയിട്ട് എന്തെങ്കിലും വീട്ടിലുണ്ടായതോ ഫ്രണ്ട്സിന്റെ ഇടയിലായതോ. എന്റെ ചേട്ടന്റെ പേരെന്തായിരുന്നു? കബീർ. കൃഷ്ണകുമാർ. രണ്ടുപേരും ഇവിടെ ഉള്ളവരാണ്. കോമഡി ഇത്തിരി സത്യമുള്ള കഥയാലും കുഴപ്പമില്ല. ഞങ്ങൾ 3 ഫ്രണ്ട്സായിട്ട് സ്കൂളിൽ നിന്ന് പല സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ഇൻട്രസ്റ്റായി. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഞങ്ങൾ മദ്രാസിന് പോയി. ഞാനായിരുന്നു ലീഡർ. ഞാൻ മദ്രാസിന് കൊണ്ടുപോയി ഇവരെ 2 പേരെ. മദ്രാസിന് കൊണ്ടുപോയി ട്രെയിൻ മിസ്സായിപ്പോയി. അന്നേരം ഞങ്ങൾ 3 പേരും കൂടി ട്രെയിൻ മിസ്സായിട്ട് നേരെ ഗുരുവായൂർ പോയി.
എന്നിട്ട് ഗുരുവായൂരിന്ന് പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂരിന്ന് അവിടെയൊക്കെ കറങ്ങി ഒരു യാദൃശ്യമായിട്ടൊരു ഫ്രണ്ട്സിനെ കിട്ടി ഞങ്ങൾക്ക്. ഇവിടുന്ന് കോയമ്പത്തൂരിന്ന് ആ പുള്ളി ഞങ്ങളുടെ ഒപ്പം കയറി ഞങ്ങളുടെ ഫ്രണ്ട്സായി. ഈ പുള്ളി ഫ്രണ്ട്സായി ഞങ്ങളുടെ എല്ലാം ഇതായി ഗൈഡായി. പുള്ളി ഗൈഡൊക്കെ ആയി. എന്നിട്ട് ഞങ്ങൾക്ക് മുംബൈ പോകാനായിരുന്നു പ്ലാൻ. മുംബൈ പോകാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴേക്കും സേലത്തെത്തി. സേലത്തൊക്കെ എത്തി. സേലത്തിറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെയൊക്കെ നടന്ന് അവിടുന്ന് വണ്ടി കയറി. അവിടുന്ന് കയറി ഞങ്ങൾ ചെന്നൈയിലെത്തി. പശുവിനെ വിറ്റതും വെള്ളത്തിൽ ചാടിയതും നീന്തിയതും കഷ്ടപ്പെട്ടതൊക്കെ മദിരാശി വരാനാ. ചെന്നൈയിലെത്തി. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇയാൾക്ക് ഫുഡൊക്കെ കൊടുത്ത് മേടിച്ച് കഴിച്ച് ഞങ്ങൾ കറങ്ങിയൊക്കെ വന്ന് ഇയാളെന്ത് ചെയ്തെന്നറിയോ? ഇയാൾ ഞങ്ങളോട് 3 പേരോടും കൂടി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരും അവിടെ ഇരുന്നു. അന്നേരം ഒരുത്തനോട് ഈ പുള്ളി പറഞ്ഞു, അവൻ്റെ കയ്യിലായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾക്ക് 3 പേർക്കും ടിക്കറ്റ് എടുത്തു. 4 പേർക്കും ടിക്കറ്റ് എടുത്തു. 3 പേർക്കും ടിക്കറ്റ് എടുത്തു വന്നു. 3 പേർക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ പുള്ളി അന്നേരം പറഞ്ഞു, ഒരുത്തൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അവനോട് പറഞ്ഞു നമുക്കൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറയും. അന്നേരം ഇവനുമായിട്ട് പോയി പുള്ളി ബാത്റൂമിൽ പോയിട്ട് ഒരു ചെറിയ പിച്ചാട്ടിയെ കാണിച്ചു. അവനോട് പറഞ്ഞ് മര്യാദക്ക് 3 ടിക്കറ്റ് എടുത്തോ, എന്നിട്ട് സ്ഥലം വിട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ടുണ്ടല്ല ഇവൻ പേടിച്ച് പോകുന്നു. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ അവൻ കത്തി കഴിച്ച് ടിക്കറ്റ് മേടിച്ച് എടുത്തു. ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ വെള്ളം കുടിച്ച് കിടന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ചേട്ടനൊക്കെ ആ പറയാൻ കാണിച്ചില്ലേ, അതൊരു സന്തോഷമാണ്. നമുക്കിപ്പോൾ സാധാരണ ഒരാളുടെ ഒരു തമാശ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടന് കേക്ക് റീൽസ് നൽകുന്ന ഒരു ഫ്രീ ഫലൂദയാണ്.